തുടക്കക്കാരായ ആളുകൾക്ക്, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ കുറച്ച് നാളുകൾ എല്ലാവർക്കുള്ള ടെൻഷനാണ്. എങ്ങനെയാണ് നമ്മൾ ചാനൽ സബ് കൂട്ടുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും അതുപോലെ പല കാര്യങ്ങളും ചെയ്ത് നോക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് പലരും ചെയ്യുന്ന കാര്യം. ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെയൊക്കെ താഴെ കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യൂ, തിരിച്ചും സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ള കമൻറ്റ്. അപ്പോൾ ഈ കമൻറ്റിനെ മോശം പറയാനല്ല കേട്ടോ വീഡിയോ. നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തോളൂ, പക്ഷേ എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിലാണ് ഈ കമൻറ്റ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഈ ഒരു ഐഡിയ 2-3 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ആയിട്ട്, 3-4 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് യൂട്യൂബിൻ്റെ ആദ്യ കാലത്തൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. ഈ സമയത്ത് അത് വർക്കൗട്ട് ആവുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഈ എഴുതുന്ന രീതിയിൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്? കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കാണുമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ, അതായത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളിൽ നിന്ന് നിങ്ങളുടെ വീഡിയോയിലേക്ക് ആളുകൾ വന്ന് സബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു ഫോർമാറ്റാണ്. അങ്ങനെ ഇന്ന രൂപത്തിൽ എഴുതണമെന്ന് യൂട്യൂബ് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതുക. നമ്മൾ എന്താണോ വീഡിയോ കാണുന്നത് ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതുക. ഇപ്പോൾ ഏത് വീഡിയോ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളെ പോലെ തന്നെ ഹോം ടൂർ ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം അവരെ കുറിച്ചിട്ട് ചെറിയ ഈ വീഡിയോ നന്നായിട്ടുണ്ട്, ഇതിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ രീതിയിൽ എഴുതാം. വിമർശനമാണെങ്കിൽ വിമർശിച്ചുകൊണ്ട്, അതായത് പോസിറ്റീവായിട്ട് വിമർശിച്ച് എഴുതാം. ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം, ഇങ്ങനെ സംഭവമുണ്ട്, ചില സംഭവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് 1-2 ലൈനിൽ കുറച്ച് കാര്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ട് എൻ്റെ ചാനൽ എന്നതാണ് എന്ന രൂപത്തിൽ ചെറിയൊരു ചാനലിൻ്റെ പേരൊക്കെ ഉൾപ്പെടുത്തി ഒന്ന് എഴുതുക. അതിനുശേഷം ഈ ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം വേണമെങ്കിൽ ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് ചെറിയ രൂപത്തിൽ, കാരണം മൊത്തത്തിൽ കുറച്ചേ വരരുത്, ഒരുപാട് വലിയ കമൻറ്റ് വരുമ്പോൾ ആൾക്കാർ വായിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു സ്റ്റോറി ആയിട്ട്, അതായത് ഞാൻ ഇന്ന സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ ചാനൽ തുടങ്ങിയത്, അപ്പോൾ ഇന്ന വീഡിയോസാണ് ഞാൻ ഇടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വന്ന് കാണുക എന്ന രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു. ആദ്യം ആ ചാനലിനെ കുറിച്ച് പറയുക, വീഡിയോ കാണുന്ന ചാനലിനെ കുറിച്ച് പറയുക, പിന്നെ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് പറയാം, പിന്നെ നിങ്ങളുടെ ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം വേണമെങ്കിൽ പറയാം, ചാനലിടുന്ന ടോപ്പിക്കുകളെ കുറിച്ച് പറയാം. എന്നിട്ട് എന്തെങ്കിലും ആളുകൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നന്നായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ അത്യാവശ്യം കയറിപ്പോയി എന്ന രൂപത്തിലൊക്കെ വേണം, നിങ്ങളുടെ രീതിയിൽ എന്ത് വേണമെങ്കിലും അത് ഉൾപ്പെടുത്താം. ഈ രൂപത്തിൽ നിങ്ങളുടെ സ്വന്തം ഐഡിയയിലുള്ള കമൻറ്റുകൾ എഴുതുമ്പോൾ അത് എപ്പോഴും കണക്റ്റഡ് ആവും. അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യൂ, തിരിച്ചും സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഒരു ടെംപ്ലേറ്റ് പോലത്തെ സാധനമാണ്. ഇങ്ങനെ എല്ലാവരും പറയുന്നതാണ്, അതിൽ കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ആളുകൾ ആ ഒരു കമൻറ്റ് വായിക്കുകയും അവരോട് കുറച്ചെങ്കിലും ഒരു ഇമോഷണലി കണക്ഷൻ വന്നിട്ട് ആ യൂട്യൂബ് വീഡിയോ കാണുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു കമൻറ്റ്, എൻ്റെ 2-3 വീഡിയോസിൻ്റെ കമൻറ്റിന്, എൻ്റെ ഈ ചാനലല്ല, ഞാൻ മറ്റ് ചാനലുകളിൽ ചെയ്ത കമൻറ്റിന് 2500 മുതൽ 3000 ഒക്കെ ലൈക്സ് വന്നിട്ടുണ്ട് ചിലതിന്. അതുപോലെ തന്നെ നമുക്ക് ചില വീഡിയോസിൽ കാണാൻ പറ്റും ആളുകൾക്ക് 15,000 20,000 ലൈക്കൊക്കെ കിട്ടുന്ന കമൻസൊക്കെ ഉണ്ട്. അത് ആ രൂപത്തിലുള്ള കമൻസ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പോഴാണ് നമ്മൾ ചാനലിൻ്റെ കൂടെ അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി കമൻറ്റ് ചെയ്യുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു രൂപത്തിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ സബ് വരും. നിങ്ങൾക്ക് സബ്ബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രൂപത്തിൽ ചെയ്താൽ മതി. അതിൽ കുറച്ച് സമയം എടുക്കും. അതായത് നിങ്ങൾ കുറേ ചാനലിൽ കണ്ട് നോക്കി കണ്ടിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് വരേണ്ടത്. ഡെയിലി ഒരു 5-10 ചാനൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഗ്രാജ്വലി ഇങ്ങനെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്ക്, നല്ലൊരു സംഭവമാണ്. പക്ഷേ ഈ രൂപത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഐഡിയാസുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പം എൻ്റെ ചാനലിലും കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.